നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ലെബനനിൽ പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ? അല്ല, വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഇന്നലെ ഒരുപക്ഷെ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതും. പക്ഷേ എന്തായാലും അങ്ങനെ ഉണ്ടായില്ല. മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യണമെന്നുള്ള വിഷയത്തിൽ. പക്ഷേ ഇസ്രായേൽ സൈന്യാധിപൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പശ്ചിമേഷ്യയിലെ എവിടെയും ഞങ്ങൾക്ക് എത്താൻ പറ്റും. ഞങ്ങളെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിച്ച ചരിത്രമേ ഉള്ളൂ. അതറിയാത്തവർ ഇനി അറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്രമിക്കുമെന്നുള്ള ഉറപ്പാണ്. ആക്രമിക്കുന്നു എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആണോന്നില്ല ഞങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ, അത് വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കും, പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നൊരു ഭാഗം, ഇസ്രായേൽ ഇപ്പോൾ ഒരു ഓൾ ഔട്ട് വാറിനിറങ്ങി പുറപ്പെട്ടിരിക്കുക. ഒരു വശത്ത് അവർ ഹമാസിനെ ഒതുക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി, അതിനുശേഷം അവർ ഹൂത്തികളെ നിയന്ത്രിച്ച് അങ്ങോട്ട് പോകുമ്പോൾ, ഇറാൻ ഒരു രാജ്യമെന്ന നിലയിൽ എല്ലാ സംവിധാനങ്ങളും ആയുധങ്ങളും ഉള്ളവരാണ്. ഇപ്പോൾ ഇറാൻ അണ്വായുധം പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും? കാരണം അവർക്ക് ഒരു മിസൈൽ, ഇവർക്ക് 200 മിസൈൽ ഇങ്ങോട്ട് അയക്കാനുള്ള ഒരു ശേഷി ഉണ്ടല്ലോ, അവർക്കുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അണ്വായുധം ഇല്ല എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. അതിന് ഡീറ്റെയിൽസ് മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരുടെ അണ്വായുധ കേന്ദ്രം തകർത്തില്ലെങ്കിൽ ഈ അയൺ ഡോം എപ്പോഴും പ്രവർത്തിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, മാത്രമല്ല മറ്റേ ആണോ മിസൈലാണോ വരുന്നതെങ്കിൽ ഇത് തടയാൻ കഴിയുമെന്നുള്ളത് പറയാനും പറ്റില്ലല്ലോ. അല്ലാത്ത മിസൈലൊക്കെ തകർക്കുമായിരിക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ബുദ്ധിപരമായ തീരുമാനം ആദ്യം അണ്വായുധ ശേഖരം തകർത്തതിനു ശേഷം ആക്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഖാർഗ് എന്ന് പറയുന്ന അവരുടെ ആ എണ്ണപ്പാടം, ആ ഒരു ഓഫ് ഷോർ, അവരുടെ ഏറ്റവും വലുത് അതാണല്ലോ ഓഫ് ഷോർ. അതെനിക്ക് തോന്നുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വെല്ലുകളിൽ ഒന്നായിരുന്നു ഈ ഓഫ് ഷോർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെയും പിടിയിട്ടുണ്ടായിരുന്നില്ല ഈ എണ്ണ ഉൽപ്പാദനം നടക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം. നമുക്കിങ്ങനെ തീരത്തെന്ന് പറഞ്ഞു, പക്ഷേ ഇത് പലപ്പോഴും കടലിൻ്റെ അകത്ത് തന്നെയാണ്. അതിൻ്റെ വിശദാംശം എനിക്കറിയാം. ഞാനത് മനസ്സിലാക്കിയത് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സ്കോട്ട്ലൻഡ് സന്ദർശിച്ചപ്പം അബർദീൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഈ അബർദീനാണ് ഈ ബ്രിട്ടൻ്റെ ഈ ഓഫ് ഷോർ സെൻറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ആളെ കൊണ്ടുപോകുന്നത് ഹെലികോപ്റ്ററിലാണ്. ഈ അബർദീൻ. അപ്പോൾ അബർദീനിൽ നിന്ന് ഇങ്ങനെ ആളുകളെ ഹെലികോപ്റ്ററിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വരും. അപ്പോൾ എപ്പോഴും ഹെലികോപ്റ്റർ പോയി. ഞാൻ ഇതെന്താ അപ്പോഴാണ് അത് ഓഫ് ഷോറിൽ ഈ അവിടെയാണ്. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ള ഏതോ ഒന്നിൽ ഏബർഡീനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്. ഏബർഡീൻ അങ്ങ് സ്കോട്ട്ലൻഡിൻ്റെ ഒരു വടക്കാണ്, അങ്ങ് ടോപ്പിലാണ്. ഗ്ലാസ്കോ, എഡിൻബറോ ഒക്കെ താഴെ വരുന്നത്, സൗത്ത് വരുന്നത് സ്കോട്ട്ലൻഡ്. അങ്ങ് നോർത്താണ് അബർദീൻ. അബർദീനിൽ ആണ് ഈ പറയുന്ന അവരുടെ ബ്രിട്ടൻ്റെ ഓഫ് ഷോർ. അപ്പോൾ അത്തരം ഒരു ഖാർഗ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ഓഫ് ഷോറാണ്. അപ്പോൾ ആ ഓഫ് ഷോറിലെ ഇവർ തകർക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കടലിനകത്ത് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ എല്ലാം ഉണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, എല്ലാം കയ്യിലിരിപ്പുണ്ട്. മാത്രം അവരെ റിഫൈനറികൾ, എണ്ണ കിണറുകൾ, ഈ എണ്ണയായി ബന്ധപ്പെട്ട എല്ലാ സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് അവരിലുണ്ട്, ടാർജറ്റുണ്ട്. അപ്പോൾ അത് കത്തിച്ചാൽ പിന്നെ ഒന്നാമത് ഇത് കിടത്തില്ല. ഇറാഖ് യുദ്ധ സമയത്തൊക്കെ നിന്ന് കാലം നിന്ന് കത്തും. മാത്രമല്ല, ഇറാനിലെ വിദേശകാര്യമന്ത്രി ഇന്നലെ വേറെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാണെന്ന് തോന്നുന്നു. അത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഒരു തിരിച്ചടി നൽകി, ഇനി തൽക്കാലം ഞങ്ങൾ അടിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പോയാലും നമുക്ക് കുഴപ്പമില്ലാതെ പോകാമെന്നാണ്. പക്ഷേ അത് പിന്നെ എപ്പോഴും അങ്ങനെ കേസല്ല. നമ്മുടെ കണ്ണൂരിൽ കലാപമുണ്ട്, നമ്മൾ അങ്ങനെയാണല്ലോ. ഒരാളെ കൊല്ലുന്നു, പകരം ഒന്നടിക്കുന്നു, നിർത്തിയാൽ നമുക്ക് നല്ലതെന്ന് പറയും. പക്ഷേ നിർത്തത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം വലിയ കാര്യമായ കണ്ണൂർ കൊലപാതകമില്ല, അങ്ങനെ ഗുണമുണ്ട്. വളരെ കുറവാണല്ലോ, ഇല്ലെന്ന് തന്നെ പറയാനാണെങ്കിൽ. നമുക്കതുകൊണ്ട് ലെബനൻ വിടാം, നമുക്ക് പിണറായിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ഇപ്പോഴത്തെ ഈ PR-ൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ മുസ്ലിം ജനതയെ പറ്റിക്കുകയായിരുന്നോ, പിണറായി വിജയൻ യഥാർത്ഥത്തിൽ RSSൻ്റെ ഏജൻ്റാണോ എന്ന് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ അങ്ങനെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അല്ലേ? വളരെ നല്ല കണ്ടില്ലേ, എന്ത് രസമായിരുന്നു. പുള്ളി വീണ്ടും തമാശ, ചില നേരങ്ങളിൽ പുള്ളി പ്രകോപിതനായി. അത് നമ്മുടെ റിപ്പോർട്ടറിൽ എൻ്റെ പഴയ സഹപ്രവർത്തകൻ പ്രസാദ് ചോദിച്ചപ്പോൾ അദ്ദേഹം അല്പം, നിങ്ങൾ മാത്രം നിങ്ങളിങ്ങനെ ചോദിക്കുന്നതൊക്കെ പുള്ളി വേലൻ്റെ. എങ്കിലും പൊതുവെ നല്ല മൂടായിരുന്നു. മൈക്ക് വർക്കാവാതെ വന്നപ്പോൾ ബോളം വെച്ചില്ല. മൈക്കിനോട് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ തമാശയൊക്കെ പറയുന്നത്. മൈക്കിന് എന്നോട് വിരോധമുണ്ടല്ലോ. അല്ല, ആ ഒരു മാറ്റം സത്യം പറഞ്ഞാൽ എനിക്ക് പിണറായി വിജയനെ ഉപദേശിക്കാനായിട്ട് ഈ PR ഒക്കെ വെക്കുമ്പോഴും എനിക്ക് പിണറായി വിജയനോട് ഉപദേശിക്കാനുള്ളത്, നമ്മൾ കാശില്ലാത്ത ഒരു സൗജന്യ ഉപദേശം കൊടുക്കാനുള്ളത്, പിണറായി വിജയൻ ഈ PR ഏജൻസിയുടെ സഹായമില്ലാതെ ഈ ആരെങ്കിലും പറയുന്ന തരത്തിലുള്ള സാധനം വായിക്കാതെ ആത്മാർത്ഥമായി സംയമനത്തോടുകൂടി ക്ഷമയോടെ പുഞ്ചിരിയോടെ മനസ്സിൽ തോന്നുന്ന മറുപടി പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടും. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. ക്ലാരിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിന്.
പറയുന്ന കാര്യത്തിന് ക്ലാരിറ്റിയുണ്ട്, വ്യക്തതയുണ്ട്, നല്ല അഭിപ്രായം, പ്രായമായിട്ട് ഇത്ര രോഗം ഉണ്ടായിട്ടും വാക്കിനൊരു എന്താ പറയുന്ന ഒരു ഒരാൾക്കും മനസ്സിലാവാതെ വരും. റിയാലിറ്റി ഇല്ല, നമ്മൾ പോവുകയാണ്, അങ്ങ് പോവുകയാണ്, അങ്ങനെ കൊണ്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറ്റുന്നത് അദ്ദേഹം PR ഏജൻസികൾ നിയന്ത്രിക്കുന്നത് പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പാളിച്ചത്. കേരളത്തിലെ പല നേതാക്കന്മാർക്ക് ഇപ്പോൾ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ചിരിക്കണം, നിങ്ങൾ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മാറ്റണം, അങ്ങനെ അവർ പറയുന്ന PR ഏജൻസികളുണ്ടെന്നാണ്. അല്ല, അതിൻ്റെ ഒരു കുഴപ്പമാണ് പിണറായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പിണറായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരൊറ്റ കാര്യം മാത്രമേ പിണറായി ശ്രദ്ധിക്കേണ്ടത്, അത് PR ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിനെ ഇന്ന് കാണിച്ചതുപോലെ ഇപ്പോൾ മൈക്ക് കേടായ അതിനെ വളരെ രസകരമായി കാണുക, അല്ലെങ്കിൽ പത്രക്കാർ ചൂടായ പുഞ്ചിരിച്ചോടും മറുപടി പറയുക. ഇന്ന് അദ്ദേഹം പല സ്ഥലത്തും, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രകോപിതനാവാതെ, ഇടയ്ക്ക് അറിയാതായെങ്കിലും പ്രകോപിതനാവാതെ ചിരിച്ചോണ്ട്, വളരെ ചിരിച്ചുകൊണ്ട്, നിങ്ങളിപ്പം എന്താണ് പറയുന്നത്, നിങ്ങളിപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയും ഇല്ലേ, അങ്ങനെ ഞാൻ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല നേരത്തെ അങ്ങനെയല്ല, അങ്ങനെയല്ല. അദ്ദേഹം വളരെ പ്ലാൻ ചെയ്താണ് പ്രകോപിതനാവരുതെന്നാണ്. പക്ഷേ ഇടയ്ക്കൊന്ന് പ്രകോപിതനായി പോയി. അപ്പോൾ അദ്ദേഹം ഒന്ന് പ്രകോപിതനായി, ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കാൻ ഇരുന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചു. അതായത് അദ്ദേഹം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് പ്രകോപിതനാവുന്നുണ്ട്, പ്രകോപിതനാവരുത്, ചിരിക്കണം. അദ്ദേഹം ശ്രദ്ധിക്കുന്നത് വേറെ കാര്യം ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ഈ എഴുതി വെച്ചിരിക്കുന്ന PR ഏജൻസികളുടെ സാധനം വായിക്കുകയും ചെയ്യുന്ന സമയത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ നാക്ക് കൊണ്ട് ഇങ്ങനെ നോക്കും, ഇങ്ങനെ. അതെന്ന് പറഞ്ഞാൽ അതേസമയം അദ്ദേഹം അല്ലാതെ ഒരു കംഫർട്ട് സോണിൽ സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ചിരിയാണ്. അപ്പോൾ ആ ചിരി അദ്ദേഹം ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ, പറയുന്നത് വിപരീതമാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടമില്ല, ആളുകൾക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഇന്ന് പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം പത്രക്കാർ ചോദിച്ചതും അദ്ദേഹം പറഞ്ഞതും വ്യത്യസ്തമാണ്, തടിതപ്പി. പക്ഷേ അതൊരു ഊക്കുവേഡ് അല്ലാതെ പൊട്ടിത്തെറിച്ച് ബഹളം വെക്കാതെ അത് കൈകാര്യം ചെയ്ത കാരണം ഒരു PR എന്താ പറയുക കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വിജയമായിരുന്നു. നയത്തിൽ എല്ലാവരും കൊണ്ടുപോയി. അതായത് ആ ചോദ്യം എന്താണ്, ഹിന്ദുവിൽ വന്ന മലപ്പുറത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം. അപ്പോൾ ആ പരാമർശം അദ്ദേഹം പറഞ്ഞതല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. അത് ഹിന്ദു ശരിവയ്ക്കുന്നു, അദ്ദേഹം പറഞ്ഞതല്ല. അത് പത്രങ്ങൾ അംഗീകരിക്കും. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെന്തായാലും അംഗീകരിച്ചല്ലോ, ഞാൻ പറഞ്ഞതല്ല എന്ന് അംഗീകരിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് ഹിന്ദുവിനെതിരെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ നല്ല പത്രമാണ് ഹിന്ദു തെറ്റ് തിരുത്തി അവർ മാപ്പ് പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പോൾ അടുത്ത ചോദ്യം വരിക, PR ഏജൻസിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിന് അദ്ദേഹം മറ്റേതിലേക്ക് ഉത്തരം വിടുക. അതായത് ഇദ്ദേഹം പറയാത്ത കാര്യം പറഞ്ഞു, അത് അവർ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി കേസിൻ്റെ ആവശ്യമില്ല. പക്ഷെ പത്രക്കാർ ചോദിക്കുന്നത് എന്താണ്, അത് സമ്മതിക്കുന്നു, നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു. പക്ഷേ PR ഏജൻസിയെ വെച്ചാണോ നിങ്ങൾ അഭിമുഖം കൊടുക്കുന്നത്, എന്തിനാണ് PR ഏജൻസി പോയെന്ന് ചോദ്യത്തിന് അദ്ദേഹം മറ്റേതാക്കി മറുപടി ചോദിക്കുക. ചോദ്യം മറ്റേതാണെന്ന്, അതായത് ഒരു യഥാർത്ഥത്തിൽ തടിതപ്പുകയായിരുന്നു. പക്ഷെ ചിരിച്ചുകൊണ്ട് തടിതപ്പിയത് കൊണ്ട് വലിയ തടസ്സം കൂടാതെ പോയി, വലിയ കുഴപ്പമില്ലാതെ പോയി. ചിരിച്ചുകൊണ്ടാണ് തടി തപ്പിയത്, കേട്ടവർക്കും മനസ്സിലായി. അതുകൊണ്ട് പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ള ഉപദേശം, അദ്ദേഹം എല്ലാ പത്രസമ്മേളനത്തിലും ചിരിച്ചുകൊണ്ട് മറുപടി പറയുക. ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് VS ഭയങ്കര ടഫായിരുന്നു. മുഖ്യമന്ത്രി ആയപ്പോഴാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചു. അതൊന്ന്. അദ്ദേഹം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ രാജ്മോഹൻ, ഈ പത്രസമ്മേളനങ്ങളുണ്ടായിരുന്ന മെയിൻ കുഴപ്പം, ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതുമായി ഒരു മണിക്കൂർ നേരം അദ്ദേഹം സംസാരിക്കും, ഏകപക്ഷീയം പ്രസംഗിക്കും. അത്രയും പറയരുത്. പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ചുരുക്കി പറയണം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പരമാവധി അരമണിക്കൂർ കൂടുതൽ ഈ പറയാനുള്ള കാര്യങ്ങൾ പറയരുത്, ഫസ്റ്റ് തിങ്. എന്നിട്ട് അക്കാലത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ചോദ്യങ്ങളെ പറ്റുമായിരുന്നുള്ളൂ. ആ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഒരു PR വർക്കിൻ്റെ ഭാഗമായി ദേശാഭിമാനിയുടെ കൈരളിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മറ്റു ചാനലുകളിൽ വർക്ക് ചെയ്യുന്ന ദേശാഭിമാനിക്ക് വേണ്ടപ്പെട്ടവർ, മറ്റ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ദേശാഭിമാനിക്കാർ, ആ ദേശാഭിമാനിക്കാർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളായിരുന്നു. ഒരു ഉത്തരത്തിന് മറുപടി പറയാൻ സാധിക്കുമായിരുന്നില്ല. ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് അവരെ വരട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിനെ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ സ്വാഭാവികമായി പറയുകയും പ്രതിരോധിക്കുകയും ചെയ്താൽ
ഇപ്പോൾ അൻവറെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിരുന്നു. അപ്പം ആ ശശിയുടെ എന്താ പറഞ്ഞത്, അവിടെ നിങ്ങളുടെ ഓഫീസിൽ വരുന്ന ആളുകളോട് ശശി അവർ ചില ആരെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഇടനിലക്കാരായി നിൽക്കുന്നു. അവിടുത്തെ സ്ത്രീകളോട് അത്ര ശരിയില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അൻവറിന്റെ രീതികളായിരിക്കാം, അനുഭവമായിരിക്കും. ഞങ്ങളുടെ ഓഫീസിൽ ആ രീതി അത് ഉറക്കെ ചിരിച്ചുകൊണ്ട് അപ്പം അൻവർ ഇപ്പം അതൊക്കെ പിടിച്ച് ചാടി രംഗത്ത് ഇറങ്ങുമായിരിക്കും. അൻവറിന് എന്തെങ്കിലും നോക്കിയിരിക്കുകയാണല്ലോ. അപ്പം ഈ പിണറായി വിജയൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. കുറച്ചുകൂടി സംയമനവും അച്ചടക്കവും. മൈക്ക് കേടാകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം ഇന്നലെ കണ്ട് തീപ്പെട്ടിയില്ല, ഉദ്ഘാടന സമയപ്പോൾ തീപ്പെട്ടിയില്ല ഇല്ല, നേരത്തെ ആണെങ്കിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചേനെ. ഇപ്പം അദ്ദേഹം ചിരിച്ചില്ല, അത് കുഴപ്പമില്ല എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മൈക്ക് കേടായപ്പം ആരോ നന്നാക്കും, നമ്മളത് ശരിയാക്കി ശരിയാവത്തില്ല, ആൾ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു മാറ്റം മാത്രം പിണറായി വിജയന് വന്നാൽ ഈ ധാർഷ്ട്യം എന്ന സാധനം ഇല്ലാതെ തീരും, അത് ഗുണകരമാകും. പക്ഷേ നമ്മളിവിടെ പ്രധാനപ്പെട്ട വിഷയമായി വരേണ്ടത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ ഞാൻ പണ്ട് മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന 2-3 കാര്യങ്ങളുണ്ട്. പിണറായിസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഒന്ന് മുസ്ലിം പ്രീണനം എന്ന വ്യാജേനെ അല്ലെങ്കിൽ ഭീതി പടർത്തിക്കൊണ്ട് മുസ്ലിം ബഹുജനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അരക്ഷിതരാണ്, മോദിയും RSSും ചേർന്ന് നിങ്ങളെ ഇവിടെ നാട് കടത്തും എന്ന് പറഞ്ഞ് അവർക്കൊരു ഭീതി സൃഷ്ടിച്ച് അവരുടെ വോട്ട് ഉറപ്പിക്കുന്നു. രക്ഷകൻ ഞാനേ ഉള്ളൂ, രക്ഷകൻ വേഷം കിട്ടുന്നു. എന്നിട്ട് അദ്ദേഹം അവരുമായി അണിയറയിൽ സെറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. അതാണ് ഞാൻ ഈ അന്തർധാര എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ വ്യക്തമായിരിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് പിണറായി വിജയൻ ഒരു PR മെക്കാനിസത്തിൻ്റെ ഉൽപ്പന്നമാണ്. സ്വന്തമായി പിണറായിക്ക് ഒരു ഐഡിയ ഇല്ല, സ്വന്തമായി ഒന്നും അറിയത്തില്ല, എല്ലാം അദ്ദേഹം ഇങ്ങനെ വരുത്തി തീർക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക രക്ഷക വേഷം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന അതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഒരഭിമുഖം പോലും ആലോചിച്ച് നോക്കണം. ഒരഭിമുഖം കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കുക. ഇപ്പം മനോരമയോ ഏഷ്യാനെറ്റോ ഏത് മാധ്യമ സ്ഥാപനവും പുള്ളി ഇൻ്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാണല്ലോ, എല്ലാവരും തയ്യാറാവുമല്ലോ. ഇനി നമ്മൾ പോലും ഒരു ഇൻ്റർവ്യൂ തരുവാണെങ്കിൽ പോയി ക്യൂ നിന്നെടുക്കില്ലേ എന്ന് മാത്രമല്ല, പിണറായി അറ്റാക്ക് ചെയ്യാതെ മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂവിന് അനുവദിച്ചാൽ ഒരുപാട് അങ്ങ് അറ്റാക്ക് ചെയ്യാതെ കുറച്ച് സോഫ്റ്റ് കോർണർ കാണിക്കണം എന്നൊരു മിനിമം മര്യാദ എല്ലാവരും കാണിക്കും. ഇപ്പം ഇലക്ഷൻ സമയത്ത് പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ സിന്ധു സ്വരൂപമാനെടുത്ത് നമ്മൾ നോക്കണം. ഏഷ്യാനെറ്റിൻ്റെ അതുവരെയുള്ള പിണറായിയോടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സിന്ധുവിൻ്റെ ഇൻ്റർവ്യൂ. വളരെ ഭവ്യതയും ആദരവും എന്താ പറയുക ഒരു ബഹുമാനവും കലർത്തിയാണ്. അതായത് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്ന രീതിയിലല്ല മുഖ്യമന്ത്രി ചോദിച്ചിരുന്നത്. ഞാൻ ജയ്ഹിന്ദിൽ ജോലി ചെയ്യുമ്പോൾ അത് കോൺഗ്രസ് ചാനലാണല്ലോ. ഞങ്ങൾ തൃശ്ശൂർ ബ്യൂറോ ചീഫായിരുന്ന ലിജു സേവ്യർ പിണറായി ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഗംഭീര ഇൻ്റർവ്യൂ ആയിരുന്നു. വളരെ പിണറായി കൃത്യസമയത്ത് എത്തി അദ്ദേഹം വളരെ ഭംഗിയായ ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. ജയ്ഹിന്ദ് വന്നു അല്ല, അദ്ദേഹം തൃശ്ശൂർ വെച്ചായിരുന്നു തോന്നുന്നത്, സ്റ്റുഡിയോയിലൊന്നുമില്ല, ജയ്ഹിന്ദിന് ഇൻ്റർവ്യൂ ഒരു കുഴപ്പമില്ല. അദ്ദേഹം വളരെ പ്ലസൻ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ നന്നായി, ഒരിക്കലും പ്രകോപിതരൊന്നും ആവാതെ നന്നായി സംസാരിച്ചു. ശരി, നമുക്കൊരു വലിയ അന്ന് എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നത്. അത്തരം ഒരു പശ്ചാത്തലം ഉണ്ട് പുള്ളിക്ക്. പക്ഷേ ഇപ്പം അധികാരം അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപദേഷ്ടാക്കളായിരിക്കും പറയുന്നത് അങ്ങനെ അവരെ നോക്കരുത് ഇവരെ നോക്കരുതെന്നൊക്കെ പറയാം. ഈ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശാപം യഥാർത്ഥത്തിൽ PM മനോജ് എന്ന് പറയുന്ന പ്രസ് സെക്രട്ടറിയാണ്. ഈ ശശിയൊന്നുമല്ല. ശശിയെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, ശശിയെക്കുറിച്ച് പണ്ടും പരാതിയുണ്ട്. പക്ഷേ ശശി ഭയങ്കര കാര്യക്ഷമതയുള്ള ആളാണ്. ഒരു കാര്യം നടപ്പിലാക്കാനും അത് വിജയിക്കാനൊക്കെ ശശിക്കറിയാം. ശശിക്ക് മനസാക്ഷിയൊന്നുമില്ല. ശശി ഏതറ്റം വരെ പോകും. ഒരുത്തനെ പൂട്ടാൻ തീരുമാനിച്ചാൽ പൂട്ടും, നമ്മളെയൊക്കെ പൂട്ടാൻ തീരുമാനിച്ചാൽ നമ്മളെ ശശി വേണ്ടതുപോലെ തീരുമാനിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ശശിക്ക് വലിയ റോളില്ലായിരുന്നു. എന്നെ പൂട്ടാനുള്ള ആ ഉത്തരവാദിത്വത്തിൽ കൃത്യമായി ഇടപെട്ടതും കൃത്യമായി ചേർന്ന് വിളിച്ച മനോജായിരുന്നു. PM മനോജിനാണ് എന്നോട് വിരോധമുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ PM മനോജിൻ്റെ മകൻ ഈ സർക്കാരിൻ്റെ കോൺട്രാക്ട് അനധികൃതമായി PR കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകൾ ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലൊക്കെ തുടങ്ങിയിട്ട് സർക്കാർ പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിളിച്ചു പറയുന്നതുകൊണ്ട് ഈ മനോജാണ് യഥാർത്ഥത്തിൽ ഈ പിണറായിയുടെ ഓഫീസിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ CM രവീന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. രവീന്ദ്രനെ വിദ്യാഭ്യാസമൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴും രവീന്ദ്രൻ ഭയങ്കര കാര്യക്ഷമതയുള്ള ആളാണ്. കാര്യം സംശയം വേണ്ട, കൃത്യമാണ്. മുഖ്യമന്ത്രി യാത്രാ പരിപാടി എല്ലാം നിശ്ചയിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ കാര്യക്ഷമതയുള്ള. അതുപോലെ തന്നെയാണ് ശശി ഭയങ്കര മികവുള്ള ആളാണ്. പക്ഷേ മനോജ് അങ്ങനല്ല. മനോജിന് ഈ കണ്ണൂരിലെ പഴയ ഈ ഗുണ്ടായിസോ, അതിപ്പോൾ സൈബർ ഗുണ്ടായിസോ അതുകൊണ്ട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയെ ഒരു വില്ലൻ വേഷത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആൾ മനോജ്. പക്ഷേ ഈ മനോജിനെ കുറിച്ച്
അൻവർ പോലും മിണ്ടുന്നില്ല. അതാണ് അൻവർ ഇതൊരു മനോജിന് രക്ഷ പറഞ്ഞിട്ടില്ല. ശശിയെക്കുറിച്ച് മാത്രമേ ശശികുറിച്ച് പറയുന്നുള്ളൂ. പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനോജൊക്കെ ഈ അൻവറിൻ്റെ കൂട്ടാളികളാണ്. അവരെല്ലാം ഒരു വിങ്ങാണ്. ഈ യഥാർത്ഥത്തിൽ ഇവരെല്ലാം കൂടെയാണ് ഈ അൻവറിൻ്റെ പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യുന്നത്. മനോജിൻ്റെ പിള്ളേർ, മനോജിൻ്റെ മകനടങ്ങുന്ന സംഘമാണ് അൻവറിൻ്റെ PR കൈകാര്യം ചെയ്യുന്നൊരു വിഭാഗം. പത്തനംതിട്ടക്കാരനൊരുത്തരുണ്ട്, സലിത്തോ അങ്ങനെ ഒരുത്തനുണ്ട്. ഒരുപാട് ഊടും പരിപാടിയൊക്കെ നടന്നിരുന്ന ടീമാണ് ആ സലിത്ത്. അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് ചാരപ്രവർത്തനമായിട്ട്. അവന് ഈ നമ്മളുടെ ഒരു അർജുൻ ദാസ് മുതലാക്കിയതിന് നമുക്കൊരു കേസുണ്ട്. അർജുൻ ദാസ് പത്തനംതിട്ട കേസുണ്ട്. ഈ അർജുൻ ദാസ് ഒരു മാഫിയ ലീഡറാണ്, പത്രവേഷം കിട്ടുന്നത്. അപ്പോൾ അർജുൻ ദാസിൻ്റെ ബന്ധുവാണ്, അർജുന് ശത്രുവാണെന്നാണ് അവൻ അവകാശപ്പെടുന്നത്. അത് ഇവിടേക്ക് വന്നിട്ട്. പക്ഷേ ഇവനാണ് യഥാർത്ഥത്തിൽ അൻവറുടെ ഈ വൃത്തികെട്ട പോസ്റ്റിൻ്റെയൊക്കെ പിന്നിൽ പ്രധാനപ്പെട്ട ആളെന്നാണ് പിന്നീട് അത് തിരിച്ചറിയുന്നത്. എന്താ എനിവേ, അപ്പോൾ ഇങ്ങനെ കുറേ ടീംസ് ഈ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ നശിപ്പിക്കുന്നതാണ്. അവരുടെ വാശി തീർക്കാൻ ഇപ്പോൾ എന്നെ പൂട്ടണം എന്നുള്ള മനോജ് പറയുന്നു. മനോജ് തന്നെ നേതൃത്വം കൊടുക്കുന്നു, മനോജ് തന്നെ ആവശ്യപ്പെടുന്നു. ശശി അങ്ങനെ കാര്യമായി ഇടപെട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഒരിടത്തും എൻ്റെ അന്വേഷണത്തിനൊരിടത്തും ശശിക്ക് അറിയായിരുന്നു. എന്നാൽ ശശി അവനെ പിടിച്ചകത്തിടുമെന്നൊരു വാശിയിൽ ആദ്യം മുതൽ ഇറങ്ങിയിട്ടില്ല. അൻവർ ഇപ്പോൾ പറയുന്നുണ്ട് ശശി സംബന്ധിച്ചിരുന്നൊക്കെ പറഞ്ഞ് എനിക്കറിയത്തില്ല. നമ്മളെടുത്തും കേട്ടു. നമ്മൾ കേട്ടിട്ടുള്ളത് PM മനോജിൻ്റെ നിർദ്ദേശം നേരെ ADGP നേരിട്ട് PM മനോജ് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ട്, മുഖ്യമന്ത്രിയും ചില മുതലാളിമാരും പറഞ്ഞിട്ട് അജിത് കുമാർ നേരിട്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അൻവർ ആയിരുന്നു എൻ്റെ പോസ്റ്റർ പോയി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ ആ ഒരു PR-ലാണ് മുഖ്യമന്ത്രി ഇമേജ് ഉണ്ടാക്കുന്നത് എന്നിപ്പോൾ വ്യക്തമായി. എത്ര പത്രസമ്മേളനം നടത്തിയാലും ആരൊക്കെ ന്യായീകരിച്ചാലും മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി മുണ്ടെടുക്കുന്നതും തുണിയെടുക്കുന്നതും പത്രസമ്മേളനം നടത്തും, ചിരിക്കുന്നതും. ആലോചിച്ച് നോക്കുക, ഇതേ PR ഏജൻസി ഖലീജ് ടൈംസിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു പറയുന്നു. അപ്പം അല്ലേ, അതെ, ഖലീജ് ടൈംസിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്ത മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ അടുത്ത് പലരും ഇൻ്റർവ്യൂ ചോദിക്കാറുണ്ട്, ഞാൻ കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നും ഈ PR ഏജൻസിക്കാർ പുള്ളി പറയുന്നില്ല. മാത്രമല്ല CPI നേതാവ് TK ദേവകുമാർ MLA ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഈ PR ഏജൻസിയുടെ ആളെന്ന് പറയുന്നത്. അല്ല, അവിടെ ആശയക്കുഴപ്പമുണ്ട്. ഈ സുബ്രഹ്മണ്യൻ PR ഏജൻസിയായിട്ട് എന്ത് ബന്ധമൊന്നും, റിലയൻസിൻ്റെ ജീവനക്കാരനാണ്. അയാളാണ് ഏർപ്പാടായിട്ട് കൊടുത്തതെന്ന് പറയുന്നത്. ഈ അയാൾ PR ഏജൻസിയുടെ ആളാണെന്ന് വ്യക്തതയില്ല. മൊത്തത്തിൽ അന്തർധാരയാണ്. അപ്പം അയാൾ പിണറായി പറഞ്ഞ പത്രസമ്മേളനത്തിൽ വന്ന് എനിക്ക് അയാളെ പരിചയമുണ്ടെന്ന് പറയുന്നു, അടുപ്പുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിലേക്ക് ആരോ കയറി വന്നു. അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്നിടത്തേക്ക്, അത് പിണറായിയുടെ അഭിമുഖം നടക്കുന്നിടത്തേക്ക് ആരോ കയറി വന്നു, എനിക്ക് ആരാന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നതിനെ കള്ളത്തരമാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? മുഖ്യമന്ത്രി ഇവിടെ PR ഹിന്ദു എന്തായാലും നുണ പറയത്തില്ല, പത്രപ്രവർത്തനത്തിൽ നുണ പറയത്തില്ല, അല്ലാതെയും പറയുന്ന പത്രമല്ല. അപ്പോൾ ഹിന്ദുവിൻ്റെ നിലപാടോട് വിയോജിപ്പുണ്ടാകും. പക്ഷേ ഹിന്ദു മാധ്യമധർമ്മത്തിൽ അവരുടെ നിലപാടിൽ, അവരുടെ പൊളിറ്റിക്കൽ നിലപാട് നമുക്ക് എതിർപ്പുണ്ടാവാം, കാരണം അവർ ലെഫ്റ്റ്. പക്ഷേ അവരുടെ നിലപാടിൽ അവരൊരിക്കലും ജനങ്ങളെ പറ്റിക്കത്തില്ല, ഹിന്ദു പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു പറയുകയാണ് PR ഏജൻസിയാണ് ഞങ്ങളോട് ചോദിച്ചത് ഇൻ്റർവ്യൂ വേണമെന്ന് ചോദിച്ചത്. PR ഏജൻസി തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ആ PR ഏജൻസിക്ക് ഡെഫിനറ്റ്ലി കാശ് കൊടുത്തിട്ടുണ്ടാവും. അവിടെയാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പിണറായി പറഞ്ഞപ്പോൾ അവിടെയാണ് പിണറായി കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. പിന്നെ ആര് കൊടുത്തു? സർക്കാർ കൊടുത്തിട്ടില്ല. ഖലീജ് ടൈംസിനും ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ PR ഏജൻസി വഴി അങ്ങോട്ട് ചോദിച്ച്. അപ്പോൾ ഇനി ഈ ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം എന്താണ്? ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പിണറായി വിജയനെതിരെ അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായി മലപ്പുറത്തെ സ്വർണ്ണ മാഫിയയും മലപ്പുറത്തെ ലഹരി മാഫിയയും തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ടാണ് എന്ന് ഡൽഹിയിലുള്ള അധികാര കേന്ദ്രങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിൻ്റെ ഉപോദ്ബലകമായ മറ്റൊരു സംഭവം കൊണ്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഈ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം നടക്കുന്നത് ഇപ്പോഴാണല്ലോ, അല്ല ഇൻ്റർവ്യൂ നടക്കുന്നു. അതിന് ഏതാനും ദിവസം മുമ്പ് ഈ അൻവർ കലാപം തുടങ്ങിയപ്പോൾ തന്നെ ഡൽഹിയിലെ ഒരു PR ഏജൻസി എല്ലാ ചാനലുകൾക്കും പിണറായി വിജയൻ അനുകൂലമായി, സർക്കാരിന് അനുകൂലമായി മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് മാഫിയൊക്കെ ഉയർത്തിക്കൊണ്ടൊരു കുറിപ്പ് കൊടുത്തിരുന്നു. ഇതെല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും വന്നിരുന്നു. അപ്പം അതിന് തുടർച്ചയാണ്. അതങ്ങോട്ട് വേണ്ടതുപോലെ ഏക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഏറ്റത് കൊണ്ടോ അതിൻ്റെ തുടർച്ച നിലയിലാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അപ്പം ഇൻ്റർവ്യൂ എടുത്തതിന് ലക്ഷ്യം എന്ന് പറയുന്നത് മലപ്പുറത്ത് വലിയ മാഫിയ പ്രവർത്തനം നടക്കുന്നുണ്ട്, വലിയ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. അതിനെതിരെ മുഖ്യമന്ത്രി നിലപാടെടുത്തപ്പോഴാണ് മുഖ്യമന്ത്രി കുഴപ്പത്തിലായത്. അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന മത വർഗീയ സ്വർണ്ണ മാഫിയ സംഘങ്ങളാണ് എന്ന് ഡൽഹി കേന്ദ്രങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ഡൽഹി സർക്കാരിനെ, അതായത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്ന കൃത്യം അജണ്ടയുടെ പുറത്താണ്. അത് ഇവിടെ തിരിച്ചടിച്ചപ്പോൾ അൻവർ അത് കൃത്യമായി മലപ്പുറത്തിനെതിരെയുള്ള നീക്കമെന്നതിൽ തിരിച്ചടിച്ചപ്പോൾ പെട്ടെന്ന് അവർ കൈമലർത്തുന്നതാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, പിണറായിയുടെ ഈ PR
രാഷ്ട്രീയം മറന്നേക്ക് പുറത്തു വന്നു. ഇനി എത്ര ന്യായീകരിച്ചാലും അത് മുമ്പൊരിക്കൽ പലരും ആരോപണം ഉന്നയിച്ചിട്ടുള്ളതായിരുന്നല്ലോ ഈ PR ഏജൻസികളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഡൽഹിയിലും ബോംബെയിലൊക്കെയുള്ള PR ഏജൻസികളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പലപ്പോഴും അവർക്ക് അറിയില്ലായിരിക്കും. ചിലപ്പോൾ അധികം മലയാളികൾ അതിൻ്റെ തലപ്പത്തൊക്കെ ഉള്ളവർ കാണുമായിരിക്കും, പക്ഷേ അവർക്ക് പോലും ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. എന്നിട്ട് ഇവരാണ് ഇത്തരം കേരളത്തിലെ ജനകീയ അടുത്തുള്ള നേതാക്കന്മാരെ ഉപദേശിക്കുകയും ഇവരെല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ അത്ഭുതകരമായ കാര്യം. അങ്ങനെ ആ ഭാഗം പൊളിഞ്ഞുപോയി. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം പിണറായി യഥാർത്ഥത്തിൽ RSSൻ്റെ ഏജൻ്റ് ആണോ എന്നുള്ളത് തന്നെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കാരണം നമ്മൾ ഈ ഇപ്പം മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ ഒരു സംഭവമാണ്. പക്ഷേ മലപ്പുറത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരം ചർച്ച വന്നതൊക്കെ ഒരു ഈ PR ഏജൻസിയുടെ ഇടപെടൽ ബോധപൂർവമായി ഡൽഹിയിൽ ഇതങ്ങനെ ചർച്ചയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന നിഗമനം നമുക്ക് എത്തേണ്ടി വരും. ഇവിടെ RSSുമായി ബന്ധമുള്ള BJPയുമായി ബന്ധമുള്ള പോലീസ് ഓഫീസർമാരാണ് കഴിഞ്ഞ പിണറായി അധികാരത്തിൽ വന്ന അന്നു മുതൽ ഇവിടെ തലപ്പത്തിരിക്കുന്നത്. അത് നമ്മൾ ആലോചിക്കുമ്പോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ അറിയാം. അപ്പോൾ സെൻകുമാർ അല്ലാത്തത് RSSകാരനായതുകൊണ്ടല്ല, BJPക്കാരനായതുകൊണ്ടല്ല. സെൻകുമാർ വാസുദേവ് BJPക്കാരനായിരുന്നില്ല. ഈ പിണറായിയോടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമാക്കിയതാണ്. ബെഹ്റ പക്ഷേ NIA വർക്ക് ചെയ്തിട്ടുള്ള RSS BJP ബന്ധമുള്ള ആളാണ്. ഈ പറയുന്ന ഈ ഉന്നത തലപ്പത്ത് ഇപ്പം നമ്മളിപ്പം ഈ അജിത് കുമാർ എത്തുന്നതിന് മുൻപ് ആ പോസ്റ്റിലിരുന്ന ആളെ ആരായിരുന്നല്ലോ, ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാറിൻ്റെ മുമ്പിരുന്ന ആൾ വിജയ് സാക്കറെ. ഈ വിജയ് സാക്കറെ പോലീസിലെ ശരിക്കും പറഞ്ഞാൽ ഈ അജിത് കുമാറിനേക്കാൾ കാട്ടാളനെ പോലെ ഭരിച്ചിരുന്ന ഒരാളാണ്. ഒരു സുപ്രഭാതത്തിൽ വിജയ് സാക്കറെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോന്നു. അന്ന് നമ്മുടെ പത്രങ്ങളൊക്കെ എഴുതി അത് വിജയ് സാക്കറെ മടുത്തുപോയി, മറ്റതാ മറിച്ചതാണ്. പക്ഷേ ആയിരുന്നില്ല. ഡൽഹിയിൽ പിണറായി വിജയന് വേണ്ടത് ഡൽഹിയിൽ ആൾ വേണം. അപ്പോൾ അവിടെ NIAയിലോ അല്ലെങ്കിൽ BSF അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ സംവിധാനത്തിലേക്ക് ഇവിടുന്ന് പോകുന്നത് പിണറായിയുടെ ആൾ പോകാന്ന് പറഞ്ഞാൽ പിണറായിക്ക് എന്ത് എളുപ്പമാണ്. വിജയ് സാക്കറെയാണ് ഇപ്പോൾ പിണറായിയുടെ ഡൽഹിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ ADGP ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പോലീസ് ഓഫീസർമാരെ വെച്ചും മുൻ ഓഫീസർമാരെ ഇപ്പോഴത്തെ ഇപ്പം ബെഹ്റ പൂർണ്ണമായ സംരക്ഷണം. അതിനുശേഷം ബെഹ്റയ്ക്ക് വലിയ ശമ്പളത്തോടും വലിയ പദവിയുണ്ട്. കൊച്ചി മെട്രോയുടെ ചുമതലയുണ്ട്. അപ്പം ഈ വിജയ് സാക്കർ അവിടേക്ക് വിട്ടിരിക്കുകയാണ് പിണറായിക്ക് വേണ്ടിയിട്ട്. അപ്പം വിജയ് സാക്കർ പിണറായിക്ക് വേണ്ടിയിട്ട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ അദ്ദേഹം RSS BJP ഡൽഹി കേന്ദ്ര സർക്കാർ ബന്ധം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമുകളോട് പറയാണ് ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഇത്രയധികം കേരളത്തിലെ നമ്മൾ ആലോചിക്കേണ്ട രാജ്യത്തെ എത്രയധികം ഭരണാധികാരികളുണ്ടായിട്ട് ഇവർക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടായിട്ട് പിണറായിക്കെതിരെ മാത്രം ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. തെലങ്കാന മുഖ്യമന്ത്രി മകളെ പിടിച്ച് ജയിലിലിട്ടു, കെജ്രിവാളിനെ ഇട്ടത് മാത്രം നോക്കുക. ഞാൻ പറഞ്ഞത് കെജ്രിവാൾ എന്തെങ്കിലും അഴിമതി നടത്തിയെന്ന് CBI പറയുന്നില്ല, NIA പറയുന്നില്ല, ED പറയുന്നില്ല. ഈ നയം അഴിമതി നടത്താൻ വേണ്ടി ഉള്ളതാണ്. ആ നയം അനുസരിച്ച് അവർ അഴിമതി നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ അഴിമതി കണ്ടുപിടിക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പിടിച്ചിട്ടിരിക്കുന്നത്. കെജ്രിവാളിനെ 3-3.5 മാസം വിട്ടു, സിസോദിയ 1.5 കൊല്ലം വിട്ടു. അപ്പോൾ ഇവരാരും അഴിമതി നടത്തിയായിട്ടോ അല്ലെങ്കിൽ ഇവരാരെങ്കിലും തട്ടിപ്പ് നടത്തിയ അപ്പം അതുപോലെ തമിഴ്നാട് പിടിക്കാത്ത പിന്നെ മമതയെ പിടിച്ച അപകടമാവുന്നുള്ളതുകൊണ്ട് പേടിയായതുകൊണ്ട് എന്തോരം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര പേരെ പിടിച്ചു. ജാർഖണ്ഡിൽ അകത്തിട്ടില്ലേ, തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരെ പിടിച്ച് അകത്തിട്ടില്ലേ, ഡൽഹിയിലെ എല്ലാവരും നിരന്തരം. അപ്പം ഈ ഇതിനേക്കാളൊക്കെ തെളിവുകളും ഇതിനേക്കാളൊക്കെ എവിഡൻസ് ഞാൻ പറഞ്ഞ ഈ ഫെമ നിയമലംഘനം മാത്രം മതി. ഇവരുടെ ഈ വിദേശ ലൈഫ് മിഷൻ പദ്ധതിയുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി മുഖ്യമന്ത്രിയായിരുന്നു ചെയർമാൻ. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഫണ്ട് ശേഖരിച്ചത്, അതായത് ഗൾഫിൽ നിന്ന്, അത് നിയമലംഘനമാണ്. അതുപോലെ ഇവരുടെ മസാല ബോണ്ട്, ഇതൊക്കെ നിയമലംഘനമാണ്. അപ്പം പിണറായിയെ പല കേസുകളിൽ കൊടുക്കാൻ ഏറ്റവും കൂടി മാസപ്പടി എന്തോ മറ്റേ നമ്മുടെ ഷോൺ ജോർജ് എന്തോ പകരം ഇപ്പോൾ കേൾക്കാനില്ല SFIO എന്തോ വരുന്നുണ്ടെന്ന് SFI ആണോ O ആണോ എന്ന് ആർക്കും അറിയത്തില്ല. SFIO എന്നായി. അപ്പം ഞാൻ പറഞ്ഞ ഷോൺ ജോർജ് എന്നെ പറയാൻ നടന്നു, കോടതി ഇടപെട്ടു, വരട്ടി എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഡൽഹിയുമായി നല്ല കൃത്യമായൊരു ബന്ധം ഉണ്ടാക്കി ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷകനായി സ്വയം അവരോധിക്കുകയും അവരുമേൽ ഭയം. എൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകൻ എന്നല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ, ഞാൻ നേരത്തെ ഇവിടുത്തെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ നല്ല പലതരം ക്രൗഡുണ്ട്. അത് ഏറ്റവും നല്ല ക്രൗഡ് മുസ്ലിം ക്രൗഡാണ്. ഒരു മലപ്പുറം, കോഴിക്കോടിലെ മലബാർ ക്രൗഡ്, അല്ലെങ്കിൽ മലബാർ ആ ക്രൗഡ് എന്ന് പറയുന്നത് അവർ നന്മയുള്ളവരാണ്, നല്ല വായനാശീലമുള്ളവരാണ്.
കച്ചവടം പരോപകാരികളാണ്, നല്ല ആദ്യത്തെ സൽക്കാരം ഒക്കെ എല്ലാമുള്ള ആളുകളാണ്. നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് വാസ്തവത്തിൽ ഈ മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഓരോ കമ്മ്യൂണിറ്റിയുടെ ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പാലാ കാഞ്ഞിരപ്പള്ളിക്കാരുടെ ഒരു കൾച്ചർ രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെ CPM അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ, BJPക്കാർ, ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാലും ഒരു ക്രൗഡ് എന്ന നിലയിൽ ഒരു വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്ന ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ശക്തമായിരിക്കുന്ന ഒരു മുസ്ലിം അത് ഏറനാടൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ആ മേഖലയിൽ ആണ്. പക്ഷെ അവിടെ ഇവരുടെ ഒരു കുഴപ്പമില്ല, ഇവർ ഭയങ്കര സിൻസിയറാണ്. ഇവർ എല്ലാം എക്സ്ട്രീമാണ്. അതായത് അവർക്ക് സ്നേഹമാണെങ്കിലും എക്സ്ട്രീമാണ്, കരുണയാണെങ്കിലും എക്സ്ട്രീമാണ്, ദയയാണെങ്കിലും എക്സ്ട്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയെ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ഇവരെയാണ് കാലാകാലങ്ങളായി ഈ സംവിധാനങ്ങളെല്ലാം ഇപ്പം മറുനാടനെതിരെ ആരൊക്കെയോ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭീകരമായ ഒരു നെഗറ്റീവ് പ്രചരണത്തിൽ ഭൂരിപക്ഷം പേര് വിശ്വസിച്ച് പോകുന്നു. ഇപ്പം ഞാൻ എൻ്റെ കമൻറ്റുകളൊക്കെ കാണും, ഞാൻ താഴെ വരുന്ന കമൻറ്റുകൾ ഞെട്ടിപ്പോകും. അല്ല, ഈ പറയുന്നവന്മാരിടുന്ന കമൻറ്റുകൾ ഞെട്ടിപ്പോകും. അപ്പം എന്താ ഇവന്മാരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്, മുസ്ലിം വിരോധിയാണ് എന്ന് തെളിയിക്കുന്ന ഓരണം ഇല്ല. പക്ഷെ ഇവരങ്ങ് വിശ്വസിക്കുകയാണ്, നീയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷം, നീയാണ് മറ്റത്. അതേസമയം ഇതുപോലെ തന്നെയായിരുന്നു പിണറായി രക്ഷകനാണ് എന്നിവർ കരുതിയിരുന്നത്. ഇപ്പോൾ ഇതേ കൂട്ടത്തോടെ ഇവർ പിണറായിയെ അറ്റാക്ക് ചെയ്യുന്നു. പിണറായി പറയുന്നു അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ഈ ഒരു കാലത്തിൻ്റെ മാറ്റമേ. അപ്പം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പരിധി വരെ പുള്ളി അവരുടെ നന്മയെ കബളിപ്പിച്ച് പറ്റിച്ച് വളരെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നമ്മൾ പറയുമല്ലോ, കൃത്യമായും അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് അത് പൊളിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മറ്റേത് PR പൊളിഞ്ഞു, ഇപ്പം ഈ ന്യൂനപക്ഷപ്രേമം പൊളിഞ്ഞു. പക്ഷെ എന്നാലും പിണറായി ബുദ്ധിമാനാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ളൊരു അകൽച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ ഉണ്ടായിരുന്നു. അതുണ്ടാക്കിയത് CPM ആണ്. അതായത് CPM-ൻ്റെ ഞാൻ പറഞ്ഞല്ലോ 2021 തെരഞ്ഞെടുപ്പിൽ അവരെ കൃത്യമായി ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് കിട്ടാൻ ഒരു ഫോർമുല ഉണ്ടാക്കി. മുസ്ലിം വോട്ട് അവർ ഈ പറയുന്ന ഈ ഭീതി ഉണ്ടാക്കി, പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ലക്ഷദ്വീപ്, പർദ്ദ, ഈ വിഷയങ്ങളൊക്കെ ഭീതി ഉണ്ടാക്കിയിട്ട് ഈ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയമുള്ള SDPI-യും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ആളുകളുടെ ഒരു നെറ്റ്വർക്കിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ട് അവർ ലീഗിനെ സപ്പോർട്ട് കൊണ്ട് കാര്യമില്ല, തീവ്രത പോരാന്ന് പറഞ്ഞ് ഒരു വോട്ട് പിടിച്ചു. മറുഭാഗത്ത് ക്രിസ്ത്യൻ മേഖല, എനിക്കറിയാം കേരള കോൺഗ്രസിനൊക്കെ പിടിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ രക്ഷകർ ഞങ്ങളാണ്, അപ്പം ഈ ലീഗിനെ മുഴുവൻ ലീഗാണ് UDF-ലെ മുഴുവൻ കൊണ്ടുപോകുന്ന തോന്നലുണ്ടാക്കിയിട്ട് ഒരു മുസ്ലിം വിരോധം അവിടെ ഒരു കുത്തിവെച്ചിട്ട് ക്രിസ്ത്യൻ വോട്ട് പിടിച്ചു. CPM-ന്റെ പരമ്പരാഗതമായ വോട്ട് ഹിന്ദു വോട്ട് കിട്ടുകയും ചെയ്യും. അതേസമയം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് തന്നെ തിരിച്ചാണ്, കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും കൂടെയാണ് കേരളം മുഴുവൻ ഭരിക്കുന്നത് എന്നുള്ള പ്രധാന ഒരു തന്നെയാണ്. അതെ, അതാണ് ന്യൂനപക്ഷ കുഞ്ഞാപ്പ, പിന്നെ കുഞ്ഞുമാണി, ഈ 3 പേരും കൂടെയാണെന്നുള്ള. അപ്പോൾ ഇത്തരത്തിൽ ഇവരുണ്ടാക്കിയിരിക്കുന്ന സാധനം ഇനിയും പിണറായിയുടെ ബുദ്ധിയാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ അൻവർ ഈ ബഹളം വെച്ച് പോകുമ്പോഴും ഞാൻ പറഞ്ഞ അൻവറിന് വിശ്വാസ്യതയില്ല. അതാണ് വിഷയം. മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആരവം നമ്മൾ സമ്മതിക്കുമ്പോഴും അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല. അതിനേക്കാൾ വിശ്വാസ്യത ലീഗിലാണ്. അപ്പം ഇതൊക്കെ ഈ ഓളത്തിലൂടെ എത്ര കാലം അൻവർ മുമ്പോട്ട് പോകും എന്ന് കണ്ടറിയണം. അപ്പം ജനം ഇതെല്ലാം മറക്കും. അപ്പം പുള്ളി എന്ത് ചെയ്യും, ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP നേതൃത്വത്തിനും താല്പര്യം പിണറായിയാണ്. കാരണം ഇവിടെ BJPക്ക് ഒരിക്കലും അധികാരം കിട്ടത്തില്ല എന്നൊരു ഉറപ്പാണ്. അൻവർ പറഞ്ഞ് 20 സീറ്റ് പിടിക്കുന്നു, 20 സീറ്റ് പിടിക്കാൻ പറ്റത്തില്ല. ഒരു 3-4 സീറ്റ് പിടിക്കാൻ അവർ ഇപ്പോൾ ശ്രമിച്ചാൽ, ഇപ്പം BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 3-4 സീറ്റ് പിടിക്കാം. പക്ഷെ അവർ അടിയന്തരമായി നേതൃമാറ്റം ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രനെ കൊണ്ട് ചുമതലയേൽപ്പിക്കണം. അല്ല, ഈ നേതാക്കളെ വെച്ചോണ്ടാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഇപ്പോഴും ആ നിയമം പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഉറപ്പൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പം ഈ BJP അങ്ങനെ നിൽക്കുമ്പം ഇത് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതും അവതരിപ്പിച്ചതും ഒക്കെ കേന്ദ്ര നേതൃത്വമാണ് ജയിപ്പിച്ചെടുത്തു. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിനറിയാം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ കോൺഗ്രസ്സിന് മറ്റൊരു സ്റ്റേറ്റ് കൂടി കിട്ടുന്നതാണോ, അവരെടുത്ത് നമുക്കോ ഇല്ല, നേരെ മുഖ്യ എതിരാളി വേണ്ട, ഇവർ ഭീഷണിയല്ലല്ലോ, CPM ഒരിക്കലും BJPക്ക് ഭീഷണിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് BJPയുടെ ഇപ്പം പിണറായി വളർത്തിയെടുത്തിരിക്കുന്ന ഈ അന്തർധാര അവരെ സഹായിക്കാം. പക്ഷേ കേരളത്തിലെ ഏറ്റവും നിർണായകമായ ശക്തി മുസ്ലിം വോട്ട് ബാങ്കാണ്. ആ മുസ്ലിം വോട്ട് ബാങ്ക് ഇങ്ങോട്ട് തിരിയുന്ന ഒരു സാഹചര്യം, UDF-ന് തിരിയുന്ന സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞു. ആ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല പിണറായിക്ക്. പക്ഷേ അവിടെയും വലിയ 2 ഡേഞ്ചറുണ്ട്.
ഒന്ന് ആത്യന്തികമായി നമ്മൾ ഈ അൻവർ ഉയർത്തിയ വിഷയത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സവിശേഷത. ഒന്ന്, ഇത് ക്ഷീണമുണ്ടാക്കുന്നത് ലീഗിനാണ്. അതായത് പിണറായിയോടുള്ള മുസ്ലിം വോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗിന് LDF പോകാനുള്ള സാധ്യത പോയി. കാരണം ഇനി പോയിട്ട് കാര്യമില്ല. പക്ഷേ ഈ ലീഗിന് കിട്ടേണ്ട അത് അൻവർ ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഒരു 5 സ്ഥാനാർത്ഥികളെ നിർത്തി ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. 2006 കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടർ മുനീറെല്ലാം പരാജയപ്പെട്ടില്ല. അന്ന് ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അവസ്ഥ അന്ന് വരെ സൃഷ്ടിച്ചിരുന്നു. അത് പിന്നെ ഐസ്ക്രീമിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടെ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ തീരുമാനിച്ച 4 സീറ്റിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയോ അല്ലെ ഇടതുപക്ഷം ജയിക്കുകയും ലീഗ് തോക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതെന്ന് വെച്ചാൽ ലീഗിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു മുസ്ലിം വോട്ട് ഒരുമിച്ച് കിട്ടിയാൽ ലീഗിന് ഒരു 20-23 സീറ്റ് പിടിക്കാം, കോൺഗ്രസിന് 60 സീറ്റ് മേലെ പിടിക്കാം. അപ്പം പക്ഷേ ഇപ്പോഴും ഈ അൻവർ ഇങ്ങനെ മുമ്പിൽ നിന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ലീഗിൻ്റെ സീറ്റ് കുറയും, കോൺഗ്രസിന് സീറ്റ് കൂടും. കാരണം മലബാറിൽ അൻവർ നേരിട്ട് രംഗത്തിറങ്ങുവാണ് ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകൾ. ഇവിടെ റാഡിക്കൽ മുസ്ലിം വോട്ടും CPMൻ്റെ അതിർത്തിയുള്ള വോട്ടും പിന്നെ അൻവറുടെ കയ്യിലെ കാശിൻ്റെ ബലത്തിന് വോട്ടും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പം കൊഴിയുന്നത് ലീഗിനാണ്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് ലീഗിനെ അൻവറിന്റെ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല. മാത്രമല്ല കോൺഗ്രസ്സുകാരും ശ്രമിക്കണമല്ലോ. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അല്ലെങ്കിൽ ജനങ്ങളെ അവർക്ക് വോട്ട് ചെയ്യണം. ഇവരൊക്കെ ഞങ്ങൾ മടുത്ത് മറ്റവരെ അങ്ങനെയല്ല. അത് വേറെയാ. മറ്റിടങ്ങളിൽ അതായത് അൻവറിന് മലബാറിലെ ഫോക്കസ് ചെയ്യാൻ പറ്റൂ, മറ്റിടങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയുള്ള മുസ്ലിമുകളും പിണറായി വെറുത്തു. അതുകൊണ്ട് കോൺഗ്രസിന് കണ്ണടച്ച് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ കോൺഗ്രസിനെ ഒരു 60 സീറ്റിന് മുകളിൽ കിട്ടാം. കാരണം എവിടെയെല്ലാം മുസ്ലിം വോട്ടുണ്ടോ ആ മുസ്ലിം വോട്ടിൻ്റെ ലീഗിന് ഒന്നുകിൽ ലീഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ ലീഗിന് ബദലായി അൻവറിൻ്റെ പാർട്ടി ഉണ്ടാവണം. അല്ലാത്തടത്ത് മുഴുവൻ കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് ലീഗ് നേരിടാൻ പോകുന്നൊരു പ്രതിസന്ധി ഈ അനുകൂല അന്തരീക്ഷത്തിൽ ലീഗിന് ഉള്ള സീറ്റ് കുറയാം. അപ്പോൾ അധികാരം കിട്ടിയാലും ബാർഗനിങ് പവർ കുറയും. അവരെ ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് ഭയപ്പെടുത്തിയായിരുന്നു ഇതുവരെ പിടിച്ചു നിന്നിരുന്നത്. അത് ചീറ്റി. ഇനി ഇടതുപക്ഷത്ത് പോകാൻ പറ്റത്തില്ല. ഈ രണ്ടാമത് ഈ അൻവർ ശക്തിപ്പെട്ടാൽ അവരുടെ ശക്തി കുറയും, ബാർഗനിങ് പവർ കുറയും. അതേസമയം കോൺഗ്രസിന് നല്ല കാലമാണ്. എല്ലായിടത്തും ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും ജയിക്കുന്ന സാഹചര്യം. കാരണം മുസ്ലിം വോട്ട് മൊത്തം കിട്ടും. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഗുണകരമാണ്, ലീഗിന് ക്ഷീണമാണ്. ഇനി CPMന് ഗുണകരമാണ്, പിണറായിക്കാണ് ക്ഷീണം. ഇപ്പം ഈ പിണറായിയുടെ സർവാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്താൻ ഒരു സ്പേസ് ഇല്ലാതിരിക്കുമ്പോൾ ഈ സ്പേസ് ഉണ്ടാവുകയും ഇത് ചർച്ചയാവുകയും ചെയ്താൽ പിണറായി ക്ഷീണിതനായാൽ ഗുണമുണ്ടാകുന്ന ആർക്കാണ്? പാർട്ടിക്കാണ്. അപ്പോൾ അതുകൊണ്ട് CPMനും ഗുണമാണ്, കോൺഗ്രസിനും ഗുണമാണ്. ക്ഷീണം പിണറായിക്കും ലീഗിനും മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു അന്തരീക്ഷം. എന്നാൽ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, യഥാർത്ഥത്തിലുള്ള ഏജൻറ്റ് RSSൻ്റെ ഏജൻ്റായി പിണറായി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടി പിണറായിക്ക് ഈ PR എന്ന് പറയുന്നത് കുടത്തേം തുറന്നോട്ട ഭൂതം പോലെയായി ശരിക്കും പറഞ്ഞു. അതെ, PR എന്ന് പറയുന്നത് അതായത് വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥ. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു അല്ലേ. അതെ, നമസ്കാരം.